നല്ല അടിപൊളി നല്ല സെറ്റായിട്ട് നല്ല കളറൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. നല്ല പൂ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ബിരിയാണി കണ്ടോ? നമസ്കാരം കൂട്ടുകാർ, നമ്മളപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ഇതിന് അരി മാത്രമായിട്ടാണ് ഞാൻ മേടിച്ചു വന്നതാണ്. ജനപ്രിയ എന്ന് പറഞ്ഞ അരിയാണ് ഇട്ടാണ്. അത് 2 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു അരമണിക്കൂർ നേരം കുതിർത്തി വയ്ക്കും. അപ്പോൾ അത് കുതിർത്തി വയ്ക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ നമുക്ക് ഇത് എന്തോരം ഉണ്ടെന്നൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ അത് ഒന്ന് പാത്രത്തിൽ 1.4 അതെന്തോരം ഉണ്ടെന്ന് അതിനേക്കാൾ ഒരു കപ്പ് ഉണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളമാണ് നമുക്ക് ഒഴിക്കുന്നത്. രണ്ട് കപ്പ് അരി. അപ്പോൾ അത് നമുക്കൊരു അരമണിക്കൂർ നേരം കുതിർത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ അരമണിക്കൂർ കഴിഞ്ഞ് അരി കഴുകി നന്നായിട്ട് കഴുകി അരി എടുത്തിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ 3 തക്കാളി, 4 സവാള, പച്ചമുളക്, ഇഞ്ചി, ഒരു നാരങ്ങ, നെയ്യ്, കുറച്ച് തൈര്. ഇതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഇതിൻ്റെ കൂടെയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടാണ്ട് നമ്മൾ കുറച്ച് ചേർക്കണതാണ്. കുറച്ച് ചുവന്നുള്ളി, അതോടെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് വേണ്ട ക്യാരറ്റ് ഇതുപോലെ സ്ലൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക. നമ്മുടെ സവാളയും കിസ്മിസും കാഷ്നട്ടും വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. വേപ്പിലയും കൂടി വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റും റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മൾ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ പതുക്കെ വെള്ളം പറ്റി വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ ബാക്കിയത്തെ വെളിച്ചെണ്ണയും കൂടിയൊക്കെയാണ് ഒഴിച്ചു കൊടുക്കണത്. അല്ലാണ്ട് നമ്മൾ ഡാൽഡയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇത് ചേർക്കില്ല. അപ്പോൾ നമ്മുടെ ഇത് ചൂടായി വന്നിട്ട് നമ്മുടെ എണ്ണ ചൂടായി ഉണ്ടുണ്ട്. ഇട്ട് കൊടുക്കുക. അതൊക്കെ ചൂടായിട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജീരകം, അതിൻ്റെ അകത്ത് തന്നെയുള്ള ജീരകം ഇട്ട് കൊടുക്കുക. 2 കിലോ അരി ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ കിലോയുടെ ഭാഗം ഫുള്ളായിട്ട് അവിടെ മൂത്ത് ശരിക്കും മൂത്ത് വന്നതിൻ്റെ അധികം സവാള ശരിക്കും വേണ്ടത്. സവാള വേണ്ടത് വന്നിട്ടായി. അതിന് നമ്മൾ കുറച്ച് വേപ്പില കുറച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ അതൊരു പകുതി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ പേസ്റ്റ്, നമ്മുടെ ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അങ്ങോട്ട് കൊടുക്കും. ക്യാഷ്നട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ആ കാര്യത്താണ് അങ്ങോട്ട് കൊടുക്കും. ഇതും ഒന്ന് മൂത്ത് വരട്ടെ. ഇതിൻ്റെ അധികം നമ്മൾ ഈസ്റ്റേൻ്റെ ഏത് കമ്പിയായാലും കുഴപ്പമില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 10 രൂപയുടെ സാമ്പിൾ പാക്കറ്റ് മേടിച്ചിട്ട് അളവ് ഇടുക. അപ്പോൾ ആ ശരിക്കും അത് കിട്ടും. അതിൻ്റെ അധികം നമ്മൾ അരിഞ്ഞ് വെച്ചാൽ ഒരു 1.5 തക്കാളി ഒരുമാതിരി മൂത്ത് വന്നിട്ട്. അപ്പോൾ അതിൻ്റെ അധികം അരിഞ്ഞ് വെച്ചാൽ തക്കാളി ഇട്ട് കൊടുക്കും. എന്നിട്ട് അത് മാറ്റി വരുമ്പോൾ അതിൻ്റെ അധികം ഇത്തിരി തൈരാണ്.
അതിലേക്ക് നമ്മൾ കുറച്ച് തൈര് ഇട്ടു, ഒരു 3-4 അതിന് അത് മൂടി വെച്ച് നന്നായിട്ടെല്ലാം മരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അതിന് നമ്മുടെ ബിരിയാണി മസാല ലേശം കുറച്ചിടാവുണ്ട്, ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിൻ്റെ അതിന് കല്ലുപ്പ്, അതിന് പാകത്തിനുള്ള കല്ല്, ഇതിലൂടെ ഒന്ന് നന്നായിട്ട് വരഞ്ഞു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ കപ്പിനാണ് നമ്മൾ അരി അളന്നെടുത്തത്. 2.5 കപ്പ് അരി ഉണ്ടാകുന്ന നമ്മൾ അതിന് 1 കപ്പിന് 1.5 കപ്പ് വീതം പൊടിച്ചു കൊടുക്കാം. ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. അപ്പോൾ നമ്മുടെ നല്ല ഭംഗിയായിട്ട് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ അതിൽ നമ്മൾ കഴുകി കുതിർത്തി വെച്ചേക്കണ അരി അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അത് തിളച്ച് നല്ല കുറുകി വരുമ്പോൾ നമുക്ക് നമ്മുടെ ദം ചെയ്യണം. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ദം ചെയ്യണം. ഇതിൻ്റെ ഈ അപ്പം നമ്മുടെ അപ്പോഴത്തേക്ക് ഇമ്മാൻകൂട്ടം മൈദയൊക്കെ നമുക്ക് കുഴച്ച് തന്നു ദം ചെയ്യാൻ വേണ്ടിയിട്ട്, മൂടാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുക്കുക. അടിയിലൊന്നും പിടിക്കരുത്, ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തേച്ച് കുറുകി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മൂടി വെച്ച് ദം ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇച്ചിരി പാകോടിയായി കഴിയുമ്പോൾ മറ്റേ നമ്മൾ ഇത് ചെയ്ത് വെച്ചാൽ ഇതിട്ട് കൊടുക്കും. ഈ ചോറൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങ നമ്മൾ പിഴിഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. അതിനെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. കുറച്ച് സാധനം സെറ്റായി വന്നു. അത് നമ്മുടെ ക്യാരറ്റ് മോളികളെ ഇതിൽ കൊടുക്കണം. ചില്ലി ഒക്കെ വെച്ചാൽ ക്യാരറ്റ് മോളികളെ വീട്ടിൽ കൊടുക്കണം. സെറ്റായിട്ട് ഇളക്കി കൊടുക്കുക. അതാണ്ട് നമുക്ക് അറ്റപ്പെട്ട ദം ചെയ്യാൻ പാകത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ദം ചെയ്യാൻ പോവുകയാണ്. ഇനി തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതെല്ലാം നിരത്തിയിടുക. നിരത്തിയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ദം ചെയ്യാൻ പോവുകയാണ്. അതിനകത്തേക്ക് നെയ്യ് ഒഴിക്കണം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇത് നെയ്യ് ആ ബാലൻസ് ഇരിക്കുന്ന നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സവാള നമ്മൾ വരട്ടി വെച്ച സവാള ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്യുക, മൂടി വെച്ച് അടയ്ക്കുക, തീ വാരി മുകളിലിടുക. ഇപ്പം നമ്മൾ ദം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മൈദയൊക്കെ വെച്ച് നല്ല അടപ്പ് ശരിക്കും നന്നായിട്ട് അടച്ച് വെച്ച് അടിയിൽ തീ കംപ്ലീറ്റ്
കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. അതാണ് പാത്രത്തിൻ്റെ അടി കട്ടി കുറവായതുകൊണ്ട് നമ്മുടെ അടി പിടിക്കരുത്. അത് കഴിഞ്ഞിട്ട് മുകളിൽ കല്ല് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് നിൽക്കണം. അപ്പോൾ നമ്മൾ ബിരിയാണി പൊട്ടിച്ച് നോക്കാം എന്തായി എന്നൊക്കെ നോക്കാം. നല്ല അടിപൊളി നല്ല സെറ്റായിട്ട് നല്ല കളറൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. നല്ല പൂ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ബിരിയാണി കണ്ടോ സെറ്റായിട്ടുണ്ട്. ബിരിയാണി നമുക്ക് ഇങ്ങനെ ഓരോ പ്ലേറ്റിലേക്ക് നോക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ അടിപൊളി ഇവിടെ ബിരിയാണി എങ്ങനെയുണ്ട്? ഞങ്ങൾ മുട്ടക്കറി ഉണ്ടാക്കണുള്ളൂ, ഉണ്ടാക്കാൻ തീരാറായി. താറാവ് മുട്ട ബിരിയാണിയാണ്. എങ്ങനെയാട്ടാ ബിരിയാണി? എങ്ങനെയുണ്ട്? നല്ല സെറ്റായിട്ടുള്ള ബിരിയാണി. അപ്പോൾ ഞങ്ങളുടെ ബിരിയാണി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കേ.